കാഞ്ഞിരപ്പുഴ ഡാം തുറന്നിട്ടുണ്ടോ എന്ന പാലക്കാട് നിന്ന് വിവരങ്ങൾ വരുന്നു. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴ തുടരുന്ന സാഹചര്യമാണ്. അതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡാം തുറന്നത്. മഴ ശക്തിപ്പെട്ടാൽ ആവശ്യാനുസരണം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്നാണ് കണ്ണൂരിൽ നിന്ന് അറിയുന്നത്. കണ്ണൂർ പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപത്ത് നിന്ന് ഒരാൾ പുഴയിലേക്ക് വീണു എന്നുള്ളതാണ്. പുഴയിലൂടെ ഒഴുകി വന്ന തേങ്ങ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത്. എന്താണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ എത്ര നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ, വാർത്തകൾ കാണുന്നതാണല്ലോ, ഇത്തരത്തിലുള്ള അപായങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ, അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. കൊട്ടംചുരം സ്വദേശി ഹനീഫയാണ് വെള്ളത്തിൽ വീണത്. രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അതുപോലെ ഉളിക്കലിൽ നുച്ചാട് പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് കണ്ണൂരിൽ നിന്ന് അറിയുന്നു. ഒരിക്കൽ കൂടി വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ്. പ്രദീപ് നാരായണൻ ഉണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി. പ്രദീപ്, ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നിന്ന് അറിയാൻ കഴിയുന്നത് ചിറ്റാരിക്കലിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നാണ്. എന്താണ് അവസ്ഥ? അമൃത, ചിറ്റാരിക്കാൽ വായിക്കാനം, തയ്യേനി വായിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അറിയുന്നത് പ്രകാരം, ലഭിച്ച വിവരപ്രകാരം കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയതാണ് എന്നാണ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ആർക്കും ആളപായമില്ല. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ 2 വീടുകൾക്ക് നടുവിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അതിലൂടെ മലവെള്ളം കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്പം മുമ്പാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്, ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഫയർഫോഴ്സ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. മറ്റാർക്കും പരിക്കില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി നേരത്തെ തന്നെ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സമാനമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അത്തരത്തിലുള്ള ഒരു സംഭവമായിരിക്കാം ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും പോലീസ് ഉൾപ്പെടെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. നിലവിൽ കിട്ടിയ വിവരപ്രകാരം ആൾക്കും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അമൃത. ശരി, കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. ഇപ്പോൾ പ്രദീപ് എവിടെയാണ് നിൽക്കുന്നത്? വലിയ മഴയൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്, മഴയ്ക്ക് ശമനമുണ്ട് എന്നാണോ? അമൃത, ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്പള കോയിപ്പാടിയിലാണ്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ മഴ അല്പം കുറഞ്ഞാണ് പെയ്യുന്നത്. മലയോര മേഖലയിൽ രാവിലെ മുതൽ മഴ അത്യാവശ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്രമാത്രം ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ മാത്രമുള്ള മഴയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നേരത്തെ തന്നെ റവന്യൂ വിഭാഗം അറിയിച്ചത്. പക്ഷേ ഈ കർണാടകയിൽ ഈ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ പൊതുവിൽ മഴ അത്ര ശക്തമല്ല. പക്ഷേ തീരദേശ മേഖലയിൽ കടലേറ്റം മാത്രമാണ് രൂക്ഷമായിട്ടുള്ള. എല്ലാ തീരമേഖലയിലും കടലേറ്റം രൂക്ഷമാണ്. ആൾതാമസം ഉൾപ്പെടെ ഏറെ ഭയപ്പാടോടുകൂടിയാണ് ആളുകൾ ഇവിടെ ഇപ്പോൾ കഴിയുന്നത്. എല്ലാവരും മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം കൂടി അധികൃതർ നടത്തുന്നുണ്ട്. നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു കാര്യം ചിറ്റാരിക്കാൽ തയ്യേനി വായിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രദീപ്, നമുക്കിപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിൽ മണ്ണും വെള്ളവും കല്ലും ഒക്കെ ഒലിച്ചു പോകുന്ന കാഴ്ചകൾ തന്നെയാണ്, ആശങ്ക ഉണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന്, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലെ അവിടെ ആളുകളൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ? അമൃത, നമ്മളവിടെ ലോക്കൽ പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരുന്നു. ആശങ്കപ്പെടാനില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ആളുകളൊക്കെ തന്നെ സുരക്ഷിതരാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു റോഡിലൂടെ കൂടിയാണ് ഈ മലവെള്ളം കുത്തിയൊലിച്ചു പോകുന്നത്. കല്ലും മണ്ണും ഉൾപ്പെടെ കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിരത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കും നിലവിൽ പരിക്കില്ല, ആളപായമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അമൃത. ചെറിയ ചിറ്റാകാരിക്കാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അല്പസമയം മുമ്പായിരുന്നു സംഭവം. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ആർക്കും ആളപായമില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം ചുറ്റിലുമൊക്കെ ഒരുപാട് വീടുകളുണ്ട്. ഒരു കുത്തൊഴുക്ക മലവെള്ളപ്പാച്ചിൽ അതുപോലെ തന്നെ പോവുകയാണ്. മണ്ണുണ്ട്, കല്ലുണ്ട്, പാറക്കെട്ടുകളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം നമുക്കറിയാം, മുതലപ്പൊഴിയിലെ ഒരു അപകടം സംബന്ധിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം നാവികസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്പസമയം മുമ്പ് വരെ അവിടുത്തെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രയും സമയമായിട്ടും എന്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ വൈകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത്. ശരിയാണ്, ഈ കാലാവസ്ഥ മോശമായതിനാൽ ഹെലികോപ്റ്റർ ഇപ്പോൾ വൈകിയാണ് എത്തിയിരിക്കുന്നത്. നാവികസേന
നാവികസേനയുടെ ഹെലികോപ്റ്ററിന്റെ സഹായമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലാവസ്ഥ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. നിർത്താതെ പെയ്യുകയാണ് മഴ, അതുകൊണ്ട് തന്നെയാണ് ഹെലികോപ്റ്റർ വൈകിയത്. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾക്കിടയിലും എന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. കണ്ണൂർ പുളിങ്ങോം ഇടവരമ്പിൽ കനത്ത മഴയിൽ വീടിന്റെ മുറ്റത്ത് ഉറവ് രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പയ്യാവൂർ വണ്ണായിക്കടവ് പാലത്തിന്റെ കൈവരി പൂർണ്ണമായും തകർന്നു എന്ന് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.